പല ഡയറ്റീഷ്യൻസും ഡയറ്റ് ചെയ്യുന്ന ആളുകളും സജസ്റ്റ് ചെയ്യുന്ന സംഭവമാണ് യോഗട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണത്തിന്റെ കൂടെ യോഗട്ട് കഴിക്കും. പലരും ചോദിക്കാറുണ്ട്, യോഗട്ടാണോ തൈരാണോ നല്ലത്, തൈരല്ലേ ഒന്നും കൂടെ നല്ലത്, അത് കുറച്ചും കൂടെ ഒരു ഓർഗാനിക്, യോഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്ത് വരുന്നതല്ലേ എന്ന് ചോദിക്കാറുണ്ട്. തൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാല് ഊറ വെച്ചിട്ട് ലാക്ടോബാസില്ലസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ പ്രവർത്തിച്ചിട്ടാണ് പാല് തൈരായിട്ട് മാറുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. യോഗട്ട് എന്ന് പറഞ്ഞു ലാക്ടോബാസില്ലസ് ബൾഗാരിസ്, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് എന്ന് പറഞ്ഞ 2 ബാക്ടീരിയകൾ ഈ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടാണ് യോഗട്ട് ഉണ്ടാക്കുന്നത്. അതൊരു കൺട്രോൾഡ് എൻവിറോൺമെൻ്റ് ആയിരിക്കും. അതിൻ്റെ രുചിയും കാര്യങ്ങളൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. അതിനകത്ത് പലരും അതിൻ്റെ ഫ്ലേവറിനും വേണ്ടിയിട്ട് പല സംഭവങ്ങളും ആഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഷുഗർ കുറച്ച് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഡയറ്റ് ബേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വയറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ, നെഞ്ഞരിച്ചിൽ, അസിഡിറ്റി, അതേപോലെ തന്നെ പാലിന് അലർജിയുള്ള ആളുകൾ, ഇപ്പം ലാക്ടോസ് ഇൻടോളറൻസ് പോലെയുള്ള കണ്ടീഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, ഈ ബ്ലോട്ടിംഗ് ഒക്കെ വരിക, ഇങ്ങനെയുള്ള ആളുകളൊക്കെ പാല് കഴിച്ച് കഴിഞ്ഞാൽ വയറ് വീർത്ത് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് യോഗട്ട് കഴിക്കാൻ.